ഹായ് ബഡീസ്, ഇതാണ് എൻ്റെ റെൻ്റൽ ഹോമിൻ്റെ വാഷ് ബേസിൻ ഏരിയ കേട്ടോ. ആദ്യം കിട്ടിയപ്പം നല്ല വെയ്റ്റ് പെയിൻ്റൊക്കെ അടിച്ച് സുന്ദര കുട്ടപ്പനായിരുന്നു. അപ്പം നോം അറിഞ്ഞില്ല, ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇതുപോലെ ഡാംനെസ് വന്ന് പണ്ടാരടങ്ങുമെന്ന്. അങ്ങനെ ഈർപ്പത്തിന് ഓൺലൈനിൽ എന്താണ് പ്രതിവിധി എന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ആദ്യം നമ്മൾ അൺഈവനായിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ പൊന്തി വന്നത് നമ്മളൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കളയണം കേട്ടോ. താഴെ നല്ല പൊടിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം. ഇനി ഷുഗർ സീൽ പ്രോഡക്റ്റ് വെച്ച് ഇങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് പെയിൻ്റ് അടിക്കാം. വെരി സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും മിക്സ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. രണ്ട് കൂട്ടം അടിച്ചിട്ടും കുണ്ടും കുഴിയൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ വിസിബിളാണ്. അപ്പോൾ ഈ വൃത്തികേടൊന്ന് മാറ്റണമെങ്കിൽ നമുക്ക് പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കേണ്ടി വരും. റെൻ്റൽ ഹോം ആകുമ്പം നമുക്കിങ്ങനെ ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. അപ്പോൾ ഈ വൃത്തികേട് മാറിക്കിട്ടണം, എന്താണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് വാൾപേപ്പറിനെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ മീഷോയിൽ കുറേ പരതിയിട്ട് എനിക്കിഷ്ടപ്പെട്ട വാൾപേപ്പറാണ് ഇത്. ഒരു റോളാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അറൗണ്ട് ഒരു 186 റുപ്പീസ് ഉണ്ട്. ഇത് കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് ഒട്ടിക്കണ സമയത്ത് നമുക്കൊരാളും കൂടി ഹെൽപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ടോ. ഇപ്പോൾ ഒരു റോളിൽ ഞാൻ ഈ ഭിത്തി മൊത്തം ഒട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാൻ ചമ്മിപ്പോയി. ആകെ ഇത്ര എനിക്ക് ഒട്ടിക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ആകെ ഇച്ചിരീശി ഉണ്ടായിരുന്നു. അത് ഈ സ്വിച്ച് ബോർഡിലും മേളിൽ കാണുന്ന ആ ബോർഡിലും കൂടി ഞാൻ ഒട്ടിച്ചു. ഓക്കെ, അപ്പം നമുക്കിനി ഈ മിറർ ഒന്ന് മേക്ക് ഓവർ ചെയ്യാം. വാടാ വാ, ഇന്ന് ഞാൻ നിന്നെ ശരിയാക്കാൻ പോവാണ്. ഈശ്വര, ഇതെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഫൈനലി കിട്ടി. ഇനി നമുക്കിതെടുത്ത് അങ്ങ് അലക്കാം. നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മേളിൽ ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് കഴുകണം. അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റും ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വെച്ചിട്ടൊന്ന് പെയിൻ്റ് അടിക്കാം. ഞാൻ ആദ്യം ഒരു കോട്ട് അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇത് ഉണങ്ങാൻ വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോട്ട് അടിച്ചു. ഈ ഫ്രെയിമിൻ്റെ അടിയിൽ ഇങ്ങനെ ഓട്ടയുണ്ട് കേട്ടോ. അപ്പോൾ അത് മറിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരു പഴയ യോഗ മാറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ലീഫിൻ്റെ ഷേപ്പിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു. ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കമൻ്റായിട്ടും എഴുതണം കേട്ടോ. ലീഫിന് നല്ല ഗ്രീൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒന്നും കൂടി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ ബ്ലാക്ക് കളറും വൈറ്റും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ഫ്രെയിമിൽ ഞാൻ ഗോൾഡൻ കളറാണ് അടിച്ചത്. ആദ്യം സിൽവർ അടിക്കണം എന്നായിരുന്നു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോൾഡൻ അടിക്കാം എന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തതാണ്. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ലീഫ് കണ്ടില്ലേ, ലീഫും നല്ല അടിപൊളിയായിട്ടുണ്ട്. വൈറ്റ് പെയിൻറ്റ് അടിക്കണോ വേണ്ടിയോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് പെയിൻറ്റ് ചെയ്തു. എന്തായാലും സംഭവം ഞാൻ ഉദ്ദേശിച്ചതിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ? പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞാനിവിടെ ഫ്രെയിമിൻ്റെ അവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പെയിൻറ്റ് ഇങ്ങനെ നമ്മുടെ മിററിലാവാതിരിക്കാൻ. അപ്പം നമുക്കിത് പയ്യനെ ഇങ്ങനെ ഊരിയെടുക്കാം. മിറർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കണ്ടപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. ശരിക്കും ഒരു വണ്ടർലാൻഡിൽ ഇരിക്കണ പോലെ ഉണ്ടായിരുന്നു. എനിക്കും ഏകദേശം ഈ ഒരു പാറ്റേണിൽ ക്രാഫ്റ്റ്സ് ചെയ്യാനാണ് ഇഷ്ടം. ലൈക്ക് ഒരു വണ്ടർലാൻഡ്, ഒരു വേറൊരു ലോകത്ത് നിൽക്കുന്നൊരു ഫീല് കിട്ടുന്ന തരത്തിലുള്ളൊരു
ക്രാഫ്റ്റ്. അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ്സും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒത്തിരി ക്രാഫ്റ്റ്സ് ചെയ്യാം. ഫൈനലി മിറർ ഞാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഏരിയയുടെ ലുക്ക് തന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാര്യം കൂടി ചേർത്തണം തോന്നുന്നുണ്ട്. ബിക്കോസ് മേളിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അതിൻ്റെ അപ്സൈക്ലിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ. ഓക്കെ, എന്നാൽ ഞാൻ പോയിട്ട് വേഗം വരാം.